നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ, ഡയറക്ടർ, കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ, ചിന്മയ ലൈൻ, ആയുർവേദ കോളേജിന് പുറകുവശം, തിരുവനന്തപുരം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു സിസ്റ്റത്തിനെ പറ്റിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ ചില സർജിക്കൽ സോക്കേഡ് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് തന്നെയും നമുക്ക് മെഡിസിൻ കൊണ്ട് സാധിക്കാൻ പറ്റും. അത് മാത്രമല്ല, ഈ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് WHO അംഗീകരിച്ചിട്ടുള്ള ഒരു 10-20 പരം സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ അതിൽ ഒന്നാണ് മോഡേൺ മെഡിസിൻ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രാക്ടീസ് ത്രൂ ഔട്ട് ദ വേൾഡ്, ലോകം മുഴുവനുള്ള ആളുകളും മോഡേൺ മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമിയോപ്പതിക് മെഡിസിൻ, അതും ലോകം മുഴുവൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും വെസ്റ്റേൺ ഒറിജിനാണ്, ഇന്ത്യയിലുണ്ടായതല്ല. പിന്നെ അപ്പം മോഡേൺ മെഡിസിനായി ഹോമിയോപ്പതിക് മെഡിസിൻ. ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ പറയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സബ്ജക്റ്റാണത്. എന്താണ് ഹോമിയോപ്പതി എന്ന് പറയുന്നത്, എന്താണ് മോഡേൺ മെഡിസിൻ, ഇതൊക്കെ ഒരു 5 ഇയർ കോഴ്സാണ്. അത് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റുന്നതല്ല. പിന്നെ സന്ദർഭം കിട്ടുന്ന ഓരോന്നായിട്ട് പറയാം. പിന്നെ അടുത്തത് ആയുർവേദ. അത് ലോകം മുഴുവനാണെങ്കിൽ തന്നെ ഒരു 3-ാമത്തെ അല്ലെങ്കിൽ 4-ാമത്തെ സിസ്റ്റം എന്ന് നമുക്ക് പറയാം. കാരണം നമ്മുടെ ഏകദേശം ഇവിടെ ഒരു 1.5 കോടി ആളുകൾ കൂടുതലുണ്ട്. അവരെല്ലാം തന്നെയും ആയുർവേദം അറിയാത്ത ആരുമില്ല, ആയുർവേദം ചെയ്യാത്ത ഒരാളുമില്ല. ഇവിടുത്തെ എല്ലാ ഡോക്ടേഴ്സും മോഡേൺ മെഡിസിൻ ആയാലും ഹോമിയോപ്പതി ആയാലും ഇന്ത്യ ജീവിക്കുന്ന എല്ലാവരും ആയുർവേദം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മോഡി, നമ്മുടെ പ്രധാനമന്ത്രി, ഒരു പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നത് ആയുഷ്. അതായത് A ഫോർ ആയുർവേദ, U ഫോർ യുനാനി, പിന്നെ Y ഫോർ യോഗ ആൻഡ് നാച്ചുറോപ്പതി. അപ്പോൾ യോഗയുടെ പ്രാധാന്യം കണ്ടോണം. പിന്നെ S ഫോർ സിദ്ധ, H ഫോർ ഹോമിയോപ്പതി, ആയുഷ്, SH. അതാണ് ഈ ഇത്രയും സിസ്റ്റം WHO ഇതെല്ലാം അംഗീകരിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇത് കൂടാതെ തന്നെയുണ്ട് പിന്നെ സിസ്റ്റം ഓഫ് ചൈനീസ് മെഡിസിൻ. ചൈനീസ് മെഡിസിൻ എന്ന് പറയുമ്പോൾ ആയുർവേദം പോലെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ചൈനീസ് മെഡിസിൻ ആൻഡ് അക്യുപഞ്ചർ, ഇതെല്ലാം WHO അംഗീകരിച്ചിട്ടുള്ളതാണ്. പിന്നെ ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഈ യുനാനി യുനാനി പോയതുപോലെ തന്നെ അവരുടേതായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ യൂറോപ്പിൽ തന്നെ പല സിസ്റ്റംസ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ആൻറ്റിപ്പതി, ടോട്ടോപ്പതി, അങ്ങനെ പല സിസ്റ്റംസ് അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെയും പിന്നെ ഓസ്റ്റിയോപ്പതി, പിന്നെ കൈറോപ്രാക്റ്റിക്, ഇതെല്ലാം 5 ഇയർ കോഴ്സുകളാണ്. ഇത് WHO നമ്മുടെ സാധാരണ അറിയാത്ത ആളുകൾ നമ്മൾ അറിയുന്നതിനേക്കായി ഒരുപാട് കാര്യങ്ങൾ WHO അംഗീകരിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മളിപ്പോൾ ഇവിടെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒക്കത്തില്ല. ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് അക്യുപഞ്ചറിനെ പറ്റിയാണ്. ആക്ച്വലി ചൈനീസ് അക്യുപഞ്ചർ എന്നാണ് പറയുന്നത്. എന്നിരുന്നാലും ആക്ച്വലായിട്ട് അക്യുപഞ്ചർ ഉണ്ടായത് ഇന്ത്യയിലാണ്. അത് പണ്ട് അശോകൻ്റെ കാലം മുതൽക്ക് അതായത് പിന്നെ ഒരു BC 300s അറിയാവുന്ന റെക്കോർഡ്സുകളാണത്. തൊട്ട് ഇന്ത്യയിൽ പ്രത്യേകിച്ച് പിന്നെ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ, ആയുർവേദത്തിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സിസ്റ്റമായിരുന്നു അക്യുപഞ്ചർ. പണ്ട് അശോകൻ്റെ കാലത്ത് അശോകൻ ബുദ്ധിസം സ്വീകരിച്ചു. അപ്പോൾ ഈ ബുദ്ധ സന്യാസിമാർ ഇന്ത്യയിലെ എല്ലാ വേദങ്ങളും ശാസ്ത്രങ്ങളും ലോകത്തിൻ്റെ എല്ലാ സ്ഥലത്തും പ്രചരിപ്പിച്ചു. അങ്ങനെയാണ് ചൈനയിലിത് ചെയ്യാൻ. ചൈനക്കാർക്കൊരു പ്രത്യേകതയുണ്ട്. അവരേത് സംഗതി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അവരതിനെ ഡെവലപ്പ് ചെയ്യാൻ നോക്കും. അപ്പോൾ അങ്ങനെ അക്യുപഞ്ചർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ചൈനയിലാണ്. ഈ ചൈനയെന്ന് ഓരോരുത്തർ കണ്ടുപിടിച്ചിട്ട് അവർ യൂറോപ്പിലും അമേരിക്കയിലും ഇപ്പം ഏറ്റവും കൂടുതൽ ചൈന കഴിഞ്ഞാൽ അക്യുപഞ്ചറിനെ പ്രൊമോട്ട് ചെയ്യുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, USA ആണ്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അവിടെ ഇത് ഈ പറഞ്ഞതുപോലെ അത് അക്യുപഞ്ചറിൻ്റെ 5 ഇയർ കോഴ്സാണ്. പിന്നെ അവിടുത്തെ MDs, മെഡിക്കൽ ഡോക്ടേഴ്സിന് 5 ഇയേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം അവർ മെഡിക്കൽ സിസ്റ്റം എല്ലാം പഠിച്ചിട്ടുണ്ട്.
പിന്നെ അവർക്ക് ഇതിൻ്റെ തെറാപ്യൂട്ടിക് മാത്രം പഠിച്ചാൽ മതി, ക്ലിനിക്കൽ ആപ്ലിക്കേഷൻ. അങ്ങനെ എന്തിരുന്നാൽ തന്നെ 1 വർഷം അത് പ്രാക്ടീസ് 1 വർഷം അവർ പഠിക്കണം. ഇന്ത്യയിൽ ഇതിനൊന്നും ഒരു കൺട്രോൾ ഇതുവരെ വന്നിട്ടില്ല. അത് ഓരോന്നോരോന്നായിട്ട് ഒരു ഗവൺമെൻറ് നോക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ സബ്ജക്റ്റ് ഇതങ്ങനെയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യുപഞ്ചറിൻ്റെ പ്രാധാന്യം എന്താണ്. ഇപ്പോൾ ഉദാഹരണം, അതിൻ്റെ പേര് തന്നെ പറയുന്നത് ഡ്രഗ്ലെസ് തെറാപ്പി. ഇപ്പോൾ അക്യുപഞ്ചറിൻ്റെ ഒരു സിസ്റ്റം പ്രകാരം ഒരു ഡ്രഗ്സ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? വേദന സംഹാരികളാണ്. ഇപ്പോൾ വേദന സംഹാരി ഡ്രഗ്സ് ആണോ നമ്മൾ ചോദിക്കും. ഇപ്പോൾ ഉദാഹരണം, പാരാസിറ്റമോൾ ഒരു വലിയ അതൊരു ബാഡ് ഇഫക്ട്സ്, ദോഷവശം ഉണ്ടാകുന്ന ഒരു ഡ്രഗാണ്. പക്ഷേ ഇന്ത്യയിൽ ഇതിന് യാതൊരു കൺട്രോളും ഇല്ല. ഇപ്പോൾ നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന ഡോളോ, കൈവേദന, കാലുവേദന, അതുപോലെ ടെമ്പറേച്ചർ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ സ്റ്റോറിൽ കൊച്ചു പിള്ളേർ ചോദിച്ചു കഴിഞ്ഞാലും തന്നെ കൊടുക്കും. പക്ഷേ ഇതിൻ്റെ ദോഷവശങ്ങൾ നമ്മുടെ ഡോക്ടേഴ്സ് പൊതുജനത്തിനെ പറഞ്ഞ് മനസ്സിലാക്കാറില്ല. പൊതുജനങ്ങൾക്ക് ഇതിൻ്റെ ദോഷവശം അറിയത്തുമില്ല. ഇതവർ ആക്ച്വലായിട്ട് ഡാമേജ് ചെയ്യുന്ന ലിവറിനെയാണ്. അവർ ഭാവിയിലൊരു ലിവർ പേഷ്യൻ്റായിട്ട് മാറിക്കഴിയും. പക്ഷേ ഇത് നമുക്ക് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ എന്നിരുന്നാൽ തന്നെ ഇപ്പോൾ ഒരു വേദന സംഹാരിയുടെ കാര്യം നമുക്ക് എടുക്കാം. ഇപ്പോൾ ഉദാഹരണം, അക്യുപഞ്ചർ എത്ര വേദനയുണ്ടെങ്കിൽ പേഷ്യൻ്റ് ആയിക്കഴിഞ്ഞാൽ തന്നെ ആ വേദന നമുക്ക് നിർത്താൻ സാധിക്കും. ഒരു തുള്ളി മെഡിസിൻ്റെ ആവശ്യമില്ല. ആക്ച്വലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബോഡി ഈസ് അവർ ഡോക്ടർ, അവർ ബോഡി ഈസ് അവർ ലബോറട്ടറി. അപ്പോൾ നമ്മളിപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് അതുകൊണ്ടുണ്ടെങ്കിൽ തന്നെ അതാണ് നമ്മുടെ ബോഡി ഇതെല്ലാം പറയും. ബോഡി നെവർ ലൈ എന്നാണ്. ബോഡി ഒരിക്കലും കള്ളം പറയില്ല. അപ്പോൾ ഈ വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കുന്നതിന് അക്യുപഞ്ചർ ഏറ്റവും എഫക്റ്റാണ്. അപ്പോൾ അതിൽ ഉദാഹരണം, മൈഗ്രെയിൻ ഹെഡേക്ക് എന്ന് പറയും. ഒരിക്കലും മാറാത്ത തലവേദന. അവർ പല കാരണങ്ങളൊക്കെ ചെയ്യും, ട്രീറ്റ്മെൻറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവർ തലച്ചോറിൻ്റെ സ്കാൻ ചെയ്യാൻ പറയും. അവിടേക്ക് ഒന്നും കാണാനില്ല. മൈഗ്രെയിൻ ഹെഡേക്ക് ആ വേദന സംഹാരി കഴിച്ച് കഴിഞ്ഞ് നിൽക്കാത്ത കേസുകളാണ് അവരിങ്ങനെ പറഞ്ഞു വിടുന്നത്. പക്ഷേ അക്യുപഞ്ചറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അക്യുപഞ്ചർ ചില സർട്ടൺ പോയിൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ വേദന 100% മാറും. ഏത് വേദനയായിക്കോട്ടെ. അതിൻ്റെ പ്രിൻസിപ്പൾ ഡോക്ടേഴ്സിനോട് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. നമ്മുടെ ഈ ചില പോയിൻറ്റ്സുകളിൽ നീഡിൽസ് കൊടുത്തിട്ട് സ്റ്റിമുലേഷൻ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ തലച്ചോറിനകത്ത് എൻഡോർഫിൻ എന്ന് പറയുന്ന സെക്രീഷൻ ഉണ്ടാവും. അത് നാച്ചുറൽ പെപ്റ്റിഡിൻ അല്ലെങ്കിൽ നാച്ചുറൽ മോർഫിയ, ആ എഫക്റ്റാണ്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഒരു മോഡേൺ മെഡിക്കൽ ഡോക്ടേഴ്സും അക്യുപഞ്ചർ ചെയ്യുന്നതായിട്ട് പഠിച്ചിട്ടുള്ളൂ. അവർക്ക് അതേപ്പറ്റി യാതൊരു ഗ്രാഹ്യമില്ല. അതേസമയം യൂറോപ്പിലും അമേരിക്കയുള്ള ഏകദേശം മിക്കവാറും എല്ലാ ഡോക്ടേഴ്സിനും ഇതേപ്പറ്റി നോളജുണ്ട്, അവരത് ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചൈന കഴിഞ്ഞാൽ പിന്നെ അക്യുപഞ്ചർ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് വേദന. അപ്പോൾ ഏത് വേദന ആയിക്കോട്ടെ. ഇപ്പോൾ ഉദാഹരണം, ഈ പെയിൻലെസ് ഡെലിവറി, വേദനയില്ലാതെ നമുക്ക് ഡെലിവറി ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഇവിടെ ആളുകളെല്ലാം ചെയ്യുന്നത് എന്താണ്? വേദന അറിയാതിരിക്കാൻ വേണ്ടി വേദന സംഹാരികൾ കുത്തിവെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സിസേറിയൻ ചെയ്യണമെങ്കിൽ തന്നെ ഒരു ലോക്കൽ അനസ്തേഷ്യ, അത് ടോക്സിനാണ്. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ ആ കുട്ടിയും അമ്മയും അണ്ടർ കൊച്ച് കംപ്ലീറ്റ് കോൺഷ്യസ് ആവും, അമ്മ സെമി കോൺഷ്യസ്. എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമാണത്. കാരണം ആ കുട്ടി ജനിക്കുമ്പോൾ തന്നെ കരയാതാണ് വരുന്നത്. കാരണം അത് അണ്ടർ ഡ്രഗ്സമാണത്. ഇപ്പോൾ ഉദാഹരണം, ഒരു കുട്ടി ജനിച്ച് പ്രസവിക്കുമ്പോൾ കുട്ടി കരയണം. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇതിനെ നമ്മുടെ നാളൊക്കെ നോക്കി ദിവസമൊക്കെ നോക്കിയാണ് സർജറി ചെയ്ത്. ഫാസ്റ്റ് ഫുഡ് പോലെയാണ്. അപ്പോൾ അത് നാച്ചുറൽ ഡെലിവറി അല്ല. നാച്ചുറൽ ഡെലിവറിയാണ് കുട്ടിക്കും അമ്മയ്ക്കും സേഫ്. ഇതിൻ്റെ വേദനയുടെ കാര്യം പറഞ്ഞപ്പോഴത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് മറ്റൊരു സബ്ജക്റ്റാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഏത് ടൈപ്പ് വേദനയായി കഴിഞ്ഞാലും, നടുവേദനയായാലും മുട്ടുവേദനയായാലും തലവേദനയായാലും എല്ലാം നിൽക്കും. അതിൻ്റെ ഒരു ഉദാഹരണം ഇതാണ്. അക്യുപഞ്ചർ അനസ്തേഷ്യ എന്ന് പറയുന്ന മെത്തേഡുണ്ട്. അതായത് നമുക്ക് പേഷ്യൻറ്റിനെ ബോധം കെടുത്താതെ നമുക്ക് സർജറി ചെയ്യാൻ സാധിക്കും. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ പേഷ്യൻ്റ് ഈസ് കോൺഷ്യസ് ത്രൂ ഔട്ട് ദ സർജറി. അതായത് സർജറി തുടങ്ങുമ്പോൾ തൊട്ട് അവസാനിക്കുന്നത് വരെയും പേഷ്യൻ്റ്
ബോധവാനായിരിക്കും. അപ്പോൾ സർജറി ചെയ്യുമ്പോഴത്തേക്ക് നിസ്സാരമായ സർജറി അല്ല, ബൈപ്പാസ് സർജറി, ബ്രെയിൻ സർജറി, ഏത് ഭാഗത്തുള്ളത്. അപ്പോൾ സിസേറിയൻ ഇതൊക്കെ ആയി കഴിഞ്ഞാൽ തന്നെ പേഷ്യൻസ് കോൺഷ്യസ് ആയിരിക്കും. അവർക്ക് ഡോക്ടറെ അടുത്ത് വർത്തമാനം പറയാം, പാട്ട് കേൾക്കാം, വെള്ളം കുടിക്കാം, ഫ്രൂട്ട്സ് വേണമെങ്കിൽ കഴിക്കാം. സർജറിക്ക് ചെയ്യുമ്പോൾ നടക്കുമ്പോൾ കാര്യങ്ങളാണ് ഈ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സാധാരണ നമ്മൾ നോർമലായിട്ട് അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് പേഷ്യൻ്റ് അൺകോൺഷ്യസ് ആണ്, ബോധമില്ല. അതായത് നമ്മൾ മെഡിക്കലായിട്ട് പറഞ്ഞാൽ മെഡിക്കൽ ഡെത്താണ്, പേഷ്യൻ്റ് മരിച്ചു കിടക്കുകയാണ്. ആ ബോഡി നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, അവരറിയത്തേയില്ല. ഇത് കഴിയുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ ദോഷവശങ്ങൾ അറിയുന്നത്. അതിന് ബാഡ് ഇഫക്ട്സ് ഓഫ് സർജറി എന്ന് പറയും. സർജറിക്ക് ബാഡ് ഇഫക്ട്സ് ഉണ്ടാവും. ഏത് കൊച്ചു സർജറി ആയി കഴിഞ്ഞാലും വലിയ സർജറി ആയി കഴിഞ്ഞാലും ബാഡ് ഇഫക്ട്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഈ അനസ്തേഷ്യയ്ക്ക് പകരം സർജറി നമുക്ക് ഒഴിവാക്കാൻ ഒക്കില്ല. ചിലതിനാണ് സർജറി ഒഴിവാക്കാനല്ല ഈ പറയുന്നത്, സർജറിയുടെ അനസ്തേഷ്യ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ അനസ്തേഷ്യ ഒരു നല്ലൊരു ശതമാനം ആളുകൾക്കും പേഷ്യൻസ് ഉണ്ടാകും. പിന്നെ അനസ്തേഷ്യ അക്യുപഞ്ചർ അനസ്തേഷ്യ പറ്റാത്ത പേഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഈ കുട്ടികൾക്ക് പറ്റില്ല, അവർ ചാടി എണീക്കും. നമ്മൾ ആദ്യം പേഷ്യൻ്റെ അടുത്ത് പറയണം സർജറി ചെയ്യാൻ പോവുകയാണ്, പറഞ്ഞ വേദന അറിയത്തില്ല. കുട്ടികളതല്ല, അവർ ചാടി എണീക്കും. പിന്നെ അതുപോലെ മെൻ്റൽ പേഷ്യൻസ്, അവർക്കൊന്നും ഇതില്ലല്ലോ, അവർ ചാടി എണീക്കും. അങ്ങനെ ചില ആളുകൾക്ക് നമുക്ക് ഒഴിവാക്കാം, ബാക്കിയെല്ലാം വളരെ സക്സസ് ആയിരിക്കും. അപ്പം ഈ ഒരു സിസ്റ്റം പഠിക്കാൻ വേണ്ടി തന്നെയാണ്, അതായത് പിന്നെ അക്യുപഞ്ചർ അനസ്തേഷ്യ പഠിക്കാൻ തന്നെയാണ് ഞാൻ ചൈനയിൽ പോയത്. ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ അനസ്തേഷ്യ കൊടുക്കുന്ന അനസ്തെറ്റിക് അക്യുപഞ്ചർ അനസ്തേഷ്യ ഉള്ളത് ചൈന മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള രാജ്യങ്ങൾ അവരുടെ ലീഗാലിറ്റി അനുവദിക്കുന്നില്ല. നമുക്ക് ഇവിടെയും ചെയ്യാവുന്നേ ഉള്ളൂ. അമേരിക്കയിൽ അവർ ചെയ്യുന്നെങ്കിൽ തന്നെ അവർ സർജറിക്ക് മാത്രം ഉപയോഗിക്കുന്നില്ല. പക്ഷേ അവിടുത്തെ അത് നിയമം കൊണ്ടാണ്, അല്ലെങ്കിൽ അവർക്ക് ഉപയോഗിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. അതേസമയം എല്ലാ ഡോക്ടർമാരും അതിന് ബോധവാന്മാരാണ്. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ആൻജിയോഗ്രാം ഒഴിവാക്കുക, ഹാർട്ടിൻ്റെ ബ്ലോക്കിനെ പറ്റിയാണ്. ആൻജിയോഗ്രാം ഒഴിവാക്കുക, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, ഈവൻ ബൈപ്പാസ് സർജറി ഒഴിവാക്കുക. അപ്പോൾ അതിന് നമുക്ക് തന്നെ ആദ്യം ആൻജിയോഗ്രാമിനെ പറ്റി എടുക്കാം. നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലും ആദ്യം ഹാർട്ടിൻ്റെ ഏതെങ്കിലും ബ്ലോക്കോ അല്ലെങ്കിൽ ഒരു ഹാർട്ട് ഡിസീസ് എന്തെങ്കിലും തോന്നിച്ചു കഴിഞ്ഞാൽ അവരാദ്യം പറയുന്നത് നമുക്കൊരു ആൻജിയോഗ്രാം എടുക്കണം. ആൻജിയോഗ്രാം മോസ്റ്റ് ഡേഞ്ചറസ് ആണ്. കാരണം ഒരു ഡൈ ആണ് ഇതിൽ കടത്തിവിടുന്നത്. ഈ ഡൈ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഡൈക്ക് അറിയത്തില്ല എവിടെയൊക്കെ പോകണമെന്നുള്ളത്. പിന്നെ കിഡ്നി പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ പിന്നെ കിഡ്നിയെ കയറി ഇത് അടയും, തലച്ചോറിലടയും. അപ്പോൾ റിസൾട്ട് ചിലപ്പം ഇമ്മീഡിയറ്റ് ഡെത്തായിരിക്കും. പിന്നെ ഉദാഹരണം, ഒരു പേഷ്യൻ്റ് തന്നെ ഒരു 80% ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഡൈ പോയി അത് 10-20% അല്ലെങ്കിൽ പോയി, അപ്പോൾ 100 കൂടുതലാവും. പേഷ്യൻ്റ് മേ ഡൈ ഓൺ ദ ടേബിൾ. അപ്പോൾ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് വേറൊരു മെത്തേഡുണ്ട്. അതിൻ്റെ പേരാണ് ഹാർട്ട് സ്കാൻ. അത് ഏതൊരു പേഷ്യൻറ്റും വളരെ സേഫായിട്ട് എടുക്കാം. അതിന് കുത്തിവയ്ക്കേണ്ട, സമ്മതപത്രം ഒന്നും വാങ്ങിക്കേണ്ട. ആൻജിയോഗ്രാമിന് സമ്മതപത്രം നമ്മൾ വാങ്ങിക്കും, കാരണം പേഷ്യൻ്റ് മരിക്കാൻ സാധ്യത ഉണ്ടായതുകൊണ്ട്. അനസ്തേഷ്യ കൊടുത്ത പേഷ്യൻസ് അല്ലാതെ ആൻജിയോഗ്രാം കൊണ്ട് പേഷ്യൻസ് മരിച്ചു കഴിഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കേസാണ്. അത് ഹോസ്പിറ്റലിന് വരെയും പ്രോബ്ലം ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരുടെ പേഷ്യൻ്റെ എല്ലാ കോൺസെൻറ്റും വാങ്ങിക്കും. എമർജൻസി സർജറിക്ക് കുഴപ്പമില്ല, പിന്നെ ബൈപ്പാസ് സർജറി ചെയ്യുന്നതിന് കുഴപ്പമില്ല, പിന്നെ അതുപോലെ ഓക്സിജൻ കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അങ്ങനെ എല്ലാം സമ്മതപത്രം വായിച്ചിട്ടേ അത് ചെയ്യുള്ളൂ. ഇതിനെല്ലാം വളരെ സേഫായിട്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഹാർട്ട് സ്കാൻ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10-20 ഫംഗ്ഷൻ അതിൻ്റെ എല്ലാം സാധിക്കും. പക്ഷേ നമ്മുടെ കേരളത്തിലിപ്പോൾ ഹാർട്ട് സ്കാൻ ഇല്ല. നേരത്തെ ഉണ്ടായിരുന്നു, പല കാരണങ്ങളും കൊണ്ട് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അത് അടച്ചു പൂട്ടിച്ചു. പിന്നെ അടുത്തുള്ളത് നമുക്ക് ഇരുദയം ഹോസ്പിറ്റൽ, നാഗർകോയിൽ, അവർ ഇത് എടുക്കുന്നുണ്ട്. അതിന് ഏകദേശം ചാർജ് ചെയ്യുന്നത് 8,000 റുപ്പീസാണ്. അത് മാത്രമല്ല, തമിഴ്നാട്ടിലെ എല്ലാ ഡിസ്ട്രിക്ട് ആശുപത്രിയിലും ഇത് ഫ്രീ ആണ്. ഇന്ത്യയിൽ തന്നെ ഒരു 10-300 സെൻറ്റർ ഇപ്പോൾ ഉണ്ട്. ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ഡൽഹി, അവരും ഇപ്പോൾ ഇത് തന്നെയാണ് ചെയ്യുന്നത്. ആൻജിയോഗ്രാം എടുക്കാറേ ഇല്ല. അതിൻ്റെ കാരണം ഞാൻ തന്നെയാണ്. കാരണം നമ്മുടെ KR നാരായൺ സാറിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് ഈ ഹാർട്ട് സ്കാൻ മെഷീൻ ഞാനവിടെ രാഷ്ട്രപതി ഭവനി അഡ്വൈസ് ചെയ്ത് കൊണ്ടുവയ്പ്പിച്ചു. അപ്പോൾ ഇത് കണ്ട് ഇതേപ്പറ്റി ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ഞാനിത് അഡ്വൈസ് ചെയ്തെടുത്തു. അവരിപ്പോൾ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ബൈപ്പാസ് സർജറി, അടുത്ത ഇനി ബൈപ്പാസ് സർജറി. WHO തന്നെ പറഞ്ഞിട്ടുണ്ട്
bypass surgery, more than 90% bypass surgery is unwanted. 90% bypass surgery ആവശ്യമില്ലാത്തതാണ്. പക്ഷേ ആവശ്യമുള്ളതുണ്ടല്ലോ, അപ്പം 10% നമുക്ക് ആവശ്യം വരും. അത് നമുക്ക് എമർജൻസി സർജറി ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് മാത്രമല്ല, ഈ ഒരു ബൈപ്പാസ് സർജറിക്ക് തന്നെ ഒരു 3 to 5 lakhs rupees വരും. അത് ഡിപ്പെൻസ് ഓൺ ദി ഹോസ്പിറ്റൽസ്. അപ്പോൾ അതിന് ഏറ്റവും സേഫായിട്ടുള്ളൊരു മെത്തേഡാണ് ലേസർ തെറാപ്പി ആൻഡ് കിലേഷൻ. എൻ്റെ സെൻറ്ററിൽ ഞാൻ മെയിനായിട്ട് കൊടുക്കുന്നത് ലേസർ തെറാപ്പിയാണ്. അപ്പോൾ ഈ ലേസർ തെറാപ്പി എന്ന് പറയുന്നത് എന്താണ്? ലേസർ ബീംസാണ്. ബീംസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രകാശരശ്മിയാണിത്. ഇത് വെരി പവർഫുള്ളാണ്. ഇത് അകത്ത് പോയിട്ട് ആവശ്യമില്ലാത്ത, അതായത് ബ്ലോക്കുകളെയൊക്കെ അലിയിക്കും. അപ്പോൾ ഇത് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് ഈസ് അബ്സോർബിങ് ദ അബ്നോർമൽ സെൽസ് ഓർ ക്ലോട്ടിങ് ഓർ പ്ലേക്സ് വിത്തൗട്ട് ഹാർമിങ് ദ നോർമൽ സെൽസ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ഗിവിങ് ദി എനർജറ്റിക് കണ്ടീഷൻ ടു നോർമൽ സെൽസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത സെല്ലുകളെല്ലാം അലിയിച്ച് കളഞ്ഞ് പുതിയ സെല്ലുകളെ ഉണ്ടാക്കും. സെല്ലുകളെന്ന് പറയുമ്പോഴത്തേക്ക് ക്ലോട്ടിങ്ങാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്ലേക്സ് എന്ന് പറഞ്ഞാൽ വളരെ കട്ടിയായിട്ടുള്ള ക്ലോട്ടിങ്ങാണത്. അതിന് എത്ര കട്ടിയായി കഴിഞ്ഞാൽ ലേസർ ബീംസ് അത് അലിയിക്കും. അതേസമയം പുതിയ സെല്ലുകളെ ഉണ്ടാക്കും. ആരോഗ്യത്തിന് യാതൊരു ദോഷവശവുമില്ല. ലേസർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ആ ദിവസം തൊട്ട് തന്നെ പേഷ്യൻറ്റിന് ഒരു 5 to 10% ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അവർക്ക് ജോലിക്ക് പോകുന്നതിന് ബുദ്ധിമുട്ടില്ല, ഒന്നിനും ബുദ്ധിമുട്ടില്ല. അതേസമയം ഒരു ബൈപ്പാസ് ചെയ്ത് കഴിഞ്ഞാൽ 3 മാസത്തേക്ക് ആ പേഷ്യൻസിനെ അനങ്ങാനൊക്കത്തില്ല. അതിൻ്റെ കാരണം ബൈപ്പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെഞ്ചിൻ്റെ ഈ എല്ല് കണ്ടില്ലേ, സ്റ്റെർണോ എന്ന് പറയും, അത് കീറിയിട്ട് അകത്തോട്ടാണ് പോകുന്നത്. കാരണം കീ ഹോൾ സർജറി ഒന്നും പറ്റില്ല, ഓപ്പൺ ഹാർട്ട് സർജറി തന്നെ പറ്റുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്ത് ബോൺ കൂടി വരാനായിട്ടൊരു മെറ്റൽ റോഡ് ഇടും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വലിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് കൈ വെക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഒരുപാടുണ്ടാവും. ഒരു 3 മാസം കംപ്ലീറ്റ് റെസ്റ്റ് ആവശ്യമാണ്. പക്ഷേ ലേസർ ആണെങ്കിൽ ആ ദിവസം തൊട്ട് തന്നെ ജോലി ചെയ്യാൻ സാധിക്കും, യാതൊരു കോംപ്ലിക്കേഷനും ഇല്ല. അതേസമയം ലേസർ ട്രീറ്റ്മെൻറ്റ് ആകുമ്പോഴത്തേക്ക് ഏകദേശം മറ്റേതിൻ്റെ ഒരു 4/1 പോലും ട്രീറ്റ്മെൻറ്റിന് ചിലവ് വരുന്നില്ല. ഇപ്പോൾ ഉദാഹരണം, ഒരു ബൈപ്പാസ് സർജറിക്ക് 3 to 5 lakhs ആകുമെങ്കിൽ ഇതിന് ഏകദേശം 50,000 1 ലക്ഷം അല്ലെങ്കിൽ 1.5-2 ലക്ഷം രൂപയ്ക്കുള്ള ഒരിക്കലും വരില്ല. അതേസമയം ഒരു 90% ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടാവും. അത് വെറുതെ പറയുന്നതല്ല, പ്രാക്ടിക്കലായിട്ടുള്ളതാണ്. എൻ്റെ ക്ലിനിക്കിൽ ഇതേ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. വേറൊരു സെൻറ്ററും ഇവിടെ ഉള്ളതായിട്ട് അറിയില്ല. യൂറോപ്പിലും അമേരിക്കയിലും ഇത് കോമൺ ആയിട്ട് സെൻറ്റേഴ്സ് ധാരാളമുണ്ട്, ലേസർ ചെയ്യുന്നുണ്ട്. ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് 7 മണിക്ക് ശേഷം നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.